ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് കാമത ഏകാദശിയാണ്. അപ്പം നമുക്ക് കാമത ഏകാദശിയുടെ കഥയൊന്ന് കേട്ടാലോ? ആദ്യം തന്നെ നമുക്ക് ഈ കാമത ഏകാദശി എന്തിനാ എടുക്കുന്നത്, ആരൊക്കെയാണ് എടുക്കേണ്ടത്, അതിൻ്റെ ഫലങ്ങൾ എന്താണ് എന്നൊക്കെ അറിയാം. ഇപ്പോൾ പലരുടെയും പ്രശ്നമാണ്, വിഷമങ്ങളാണ്, സങ്കടങ്ങളാണ് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മോശമായ സ്വഭാവം. ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും സ്നേഹിക്കുന്നില്ല, കെയറിങ് കിട്ടുന്നില്ല, പരസ്പരം വിശ്വാസമില്ല, മോശമായ സ്വഭാവമാണ്, അങ്ങനെ എന്തൊക്കെയോ അല്ലേ. അങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ കാമത ഏകാദശി വ്രതം എടുക്കുന്നത്. വളരെ പരിപൂർണ വിശ്വാസത്തോടു കൂടി ഈ ഏകാദശി എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല മാറ്റം ഉണ്ടാവും. പരിപൂർണ വിശ്വാസം പറയുമ്പോൾ യാതൊരു സംശയം പാടില്ല കേട്ടോ. ഇത് നടക്കുമോ, ഇത് നടക്കില്ലേ, ഞാൻ ഈ വ്രതം എടുത്തതും സ്വഭാവങ്ങളൊക്കെ മാറുമോ, എല്ലാം ശരിയാവുമോ, അങ്ങനെ യാതൊരു സംശയവും ഇല്ലാണ്ട് പരിപൂർണമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ അർപ്പിച്ച് അങ്ങോട്ട് വ്രതം എടുക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങളുള്ളവർ മാത്രമേ ഈ ഏകാദശി എടുക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഭഗവാന്റെ സ്നേഹം കിട്ടാനും ഭഗവാനിൽ അടുക്കാനും ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും ആണ് ഈ ഏകാദശി വ്രതം എടുക്കുന്നത്. ഭഗവാനെ വിശ്വസിച്ച് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഭഗവാൻ തീർച്ചയായിട്ടും കാണും, കേൾക്കും. അതിനുള്ള ബലം നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഈ കാമത ഏകാദശി കഥയിലോട്ട് നമുക്ക് കിടക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുത്ത കഥയാണിത്. ഒരുപാട് പുരാണങ്ങളിലുണ്ട്. ബ്രഹ്മാനന്ദ പുരാണം, സ്കന്ദപുരാണം, പിന്നെ ഭവിഷ്യപുരാണം, അങ്ങനെ ഒരുപാട് പുരാണങ്ങളിൽ ഈ കഥയുണ്ട് കേട്ടോ. സ്വർഗത്തിൽ ഗന്ധർവലോകത്തിൽ പുണ്ടരികൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഭരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം വളരെ സമ്പൽ സമൃദ്ധിയും മനോഹരമായ രാജ്യമാണ്. അവിടെ ഗന്ധർവന്മാരുണ്ട്, അപ്സരസുകളുണ്ട്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ കുറേ വിഷസർപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിഷസർപ്പങ്ങൾ ഗന്ധർവന്മാരുടെ മനസ്സറിയാനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ലളിതൻ എന്നൊരു ഗന്ധർവൻ ഉണ്ടായിരുന്നു. അയാളുടെ അപ്സരസായ ഭാര്യയുടെ പേരാണ് ലളിത. അവർ ഭാര്യയും ഭർത്താവും രണ്ടുപേരും വല്ലാതെ ഒരു സ്നേഹത്തിലായിരുന്നു. അങ്ങനെ ഒരു പ്രേമം, അങ്ങനെ ഒരു സ്നേഹം എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ. അത്രമാത്രം രണ്ടുപേരും പരസ്പരം വളരെ സ്നേഹമായി ജീവന്റെ ജീവനായി സ്നേഹിച്ചിരുന്നു ലളിതനും ലളിതയും. ലളിതൻ എന്താ ജോലി വെച്ചാൽ പുണ്ടരീകന്റെ കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും കളിക്കണതാണ് ജോലി. ഗന്ധർവന്മാർ പാട്ടും നൃത്തവും ചെയ്യുന്നത് രാജാക്കന്മാരെ ആനന്ദിപ്പിക്കുമല്ലോ. അപ്പം അതാണ് ലളിതന്റെ ജോലി. അങ്ങനെ ഇരിക്കെ ലളിതൻ കുറച്ചു ദിവസം ഭാര്യയെ വിട്ട് കൊട്ടാരത്തിൽ താമസിച്ച് ജോലി ചെയ്തു വന്നിരുന്നു. അപ്പോൾ ഭാര്യയെ കാണാതെ ഇരിക്കുമ്പോൾ ഉള്ള വിഷമം, സങ്കടം, പിന്നെ സ്നേഹം, പ്രണയം ഒന്നും ലളിതയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത അതുകൊണ്ട് വല്ലാതെ ഒരു അവസ്ഥയിലായിരുന്നു ലളിതൻ. എപ്പോഴും ഭാര്യയെ കാണണം എന്ന ചിന്തയിലായിരുന്നു. ലളിതയുടെ വിരഹം ഭയങ്കരമായിട്ട് ലളിതനെ സങ്കടത്തിലാക്കി. അപ്പോൾ ഒരു ദിവസം കൊട്ടാരത്തിൽ നൃത്തം ചെയ്യുമ്പോൾ ലളിതയുടെ വിരഹം, ലളിതന്റെ നൃത്തച്ചുവടുകളൊക്കെ തെറ്റി എല്ലാം മറന്നുപോയി. അപ്പോൾ അവിടെയുള്ള വിഷസർപ്പങ്ങൾക്ക് ഗന്ധർവന്മാരുടെ മനസ്സറിയാലോ. അങ്ങനെ ആ വിഷസർപ്പങ്ങൾ പുണ്ടരിക രാജാവിനോട് പറഞ്ഞു, ഈ ഗന്ധർവൻ മനസ്സ് മുഴുവനും അയാളുടെ ഭാര്യ ചിന്തയിൽ മാത്രമാണ്, വളരെ മോശമായിട്ടുള്ള ചിന്തയെ കൊണ്ടാണ് നൃത്തം ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ പുണ്ടരിക രാജാവിന് ദേഷ്യം വന്നിട്ട്, അത് എന്താ അങ്ങനെ, എന്നെ സന്തോഷിപ്പിക്കാനല്ലേ നൃത്തം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ലളിതനെ ശപിച്ചു. നീ ഭൂമിയിൽ പോയിട്ട് നരഭോജിയായിട്ട് ജനിക്കട്ടെ എന്നൊരു ശാപം കൊടുത്തു. അങ്ങനെ ലളിതൻ വല്ലാതെ ഒരു രൂപമായി മാറിയിട്ട് ഭൂമിയിൽ ജനിച്ചു. അപ്പോൾ ലളിത ഇവിടെ ഭർത്താവ് കുറേ ആയി വരാതിരുന്നിട്ട് വിഷമിച്ച് നടക്കുവാണ്. പക്ഷെ ലളിതനോ ഭൂമിയിൽ ഒരു മോശ സ്വഭാവം കൊണ്ട് ഒരു മനുഷ്യനായിട്ട് നടക്കുവാണ്. വളരെ നല്ല ഗന്ധർവനായിരുന്നു, നല്ല ഐശ്വര്യവും ദൈവികമുള്ള ഗന്ധർവനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു മനുഷ്യരൂപമെടുത്ത് ആളുടെ സ്വഭാവം ആകെ ചീത്തയായി മാറി. വളരെ പാവമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ലളിത ഇദ്ദേഹത്തെ കുറേ തെരഞ്ഞ് പിന്നെ ഒടുവിൽ കണ്ടെത്തും. എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് വിചാരിച്ച് ലളിതനോട് കൂടെ ചേർന്ന് എല്ലാവിടേക്കും പോകും. അപ്പോൾ അയാളാണെങ്കിലും ഇങ്ങനെ തേരാപാര നടന്ന് എല്ലാ മോശകാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഒരിക്കൽ വിന്ധ്യാചല പർവ്വതത്തിൽ ശൃംഗിമുനിയുടെ അടുത്ത് എത്തും. തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുനിയാണ് ശൃംഗിമുനി. അപ്പോൾ ശൃംഗിമുനി ഇവിടെ ലളിതയുടെ സങ്കടം കണ്ടിട്ട്, എന്താ മോളെ നിന്റെ വിഷമത്തിന് കാരണം എന്ന് ചോദിക്കും.
അപ്പോൾ ലളിത മുനിയോട് ലളിതൻ്റെ എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ എന്താ ചെയ്യേണ്ട മുനി എന്ന് ചോദിക്കും. അപ്പോൾ ശൃംഗി മുനി പറയും, ചൈത്രമാസത്തിൽ വരുന്ന കാമത ഏകാദശി എടുത്തോളൂ. നിന്റെ ഭർത്താവിൻ്റെ മോശ സ്വഭാവമൊക്കെ മാറി നിന്റെ അടുത്ത് പഴയ പോലെ വരും. ഭഗവാനിൽ പരിപൂർണമായി വിശ്വസിച്ച് ഏകാദശി ദിവസം രാവിലെ തുളസി തീർത്ഥം കുടിച്ച് ഉപവസിച്ച് അന്ന് മുഴുവനും ഭഗവാന്റെ നാമം ജപിച്ച് പിറ്റേ ദിവസം ദ്വാദശി ദിവസം പാരണ വീട്ടി ആ സമയത്തിൽ തന്നെ വ്രതം അവസാനിപ്പിക്കും. അങ്ങനെ ചെയ്താൽ പരിപൂർണമായിട്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാവും എന്ന് മുനി പറയും. അങ്ങനെ ലളിത പരിപൂർണ വിശ്വാസത്തോടുകൂടി ഭഗവാനിൽ സമർപ്പിച്ച് കൊണ്ട് ഏകാദശി വ്രതം എടുക്കുവാണ്. പിന്നീട് ലളിത ഭഗവാനോട് ചോദിക്കും, അനെ കൃഷ്ണ, ഞാൻ വ്രതമൊക്കെ നല്ല രീതിക്ക് പരിപൂർണ വിശ്വാസത്തോടുകൂടി നോറ്റു. എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പം അവിടെ ഒരു വിമാനത്തിൽ ലളിതൻ തിരിച്ച് നല്ല സ്വഭാവത്തോടുകൂടി ഗന്ധർവനായിട്ട് തിരിച്ചെത്തും. പിന്നെ ലളിതനും ലളിതയും കൂടി തിരിച്ച് ഗന്ധർവ ലോകത്തിലേക്ക് തിരിച്ചു പോകുവാണ്. പുണ്ടരികൻ കാര്യങ്ങളൊക്കെ കേട്ട് അത്ഭുതപ്പെടുവാണ്. മനസ്സിലാവും ഭഗവാനുടെ ഏകാദശി എടുത്താൽ പുണ്യം കിട്ടാത്തവരുണ്ടോ എന്ന് പുണ്ടരികൻ. അതാണ് ഏകാദശി എടുത്താൽ പുണ്യം എന്ന് പറയുന്നത്. പരിപൂർണ വിശ്വാസത്തോടുകൂടി ഏകാദശി നോറ്റ് വ്രതം എടുത്താൽ പുണ്യം ഉറപ്പാണ്. ഏകാദശി എടുക്കുന്നത് വെറും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഭഗവാന്റെ സ്നേഹം കിട്ടാനും ഭഗവാനിൽ അടുക്കാനും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടാനുമാണ് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത്. എല്ലാ ഏകാദശിക്കും ചില ഉദ്ദേശങ്ങളും അനുഭവങ്ങളും ഉണ്ട്. പിന്നെ കാമത ഏകാദശി ഭാര്യ ഭർത്താക്കന്മാരുടെ മോശമായ സ്വഭാവങ്ങളൊക്കെ മാറാൻ വേണ്ടി ഉള്ളതാണ് കേട്ടോ. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും കാമത ഏകാദശി ആശംസകൾ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ.